ഇപ്പൊ ഈ ഹൃദ്രോഗത്തിന് ചികിത്സ കിട്ടാതെ മരിച്ചുപോയ മനുഷ്യനുണ്ടല്ലോ. ഇങ്ങനെ അതിദരിദ്രരെ കൊല്ലുകയാണ് പിണറായി, അല്ലേ? ഒരുപക്ഷെ ഇന്നോളം ലോകം കണ്ട ഏകാധിപതികളിൽ എത്ര ക്രൂരന്മാരായ, അല്ലേ, എത്ര ക്രൂരന്മാരായ ഏകാധിപതികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ക്രൂരൻ ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: കാരണഭൂതം. ഇതാ ഒരു മനുഷ്യനെ കൂടി കൊന്നിരിക്കുന്നു, ഒരു ദരിദ്രനെ കൂടി കൊന്നിരിക്കുന്നു. എന്റെ പിണറായി തമ്പുരാനെ, എത്ര ദരിദ്രരെയാണോ നീ കൊല്ലാൻ വേണ്ടി പോകുന്നത്? ഇങ്ങനെയാണോ അതിദരിദ്രരെ ഇല്ലായ്മ ചെയ്യുന്നത്? കേരളത്തിൽ അതിദരിദ്രരെ ഇല്ലായ്മ ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്ന ദരിദ്രന്മാരെ മുഴുവൻ ഈ നികൃഷ്ട ജീവി, ഈ പരനാറി കൊല്ലുകയാണ് കേട്ടോ. അങ്ങനെ കൊന്നൊരു മനുഷ്യന്റെ പേരാണ് വേണു എന്ന് പറയുന്ന മനുഷ്യൻ. ഹൃദയം പൊട്ടിക്കൊണ്ടാണ് ആ ഭാര്യ വിലപിക്കുന്നത്. സാക്ഷാൽ അയ്യപ്പൻ തന്നെയാണോ അവിടെ? ആ തങ്കവിഗ്രഹം തന്നെയാണോ അവിടെ എന്നൊരു സംശയമാണ് കോടതി ഉയർത്തിയത് കേട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, എല്ലായിടത്തും കൊള്ള അഴിമതി, അതൊക്കെ സഹിക്കാം. പക്ഷെ മനുഷ്യരെ കൊല്ലുകയാണ്. പിണറായി വിജയൻ മനുഷ്യരെ കൊല്ലുകയാണ് കേട്ടോ. ദാരിദ്ര്യം മാറ്റാൻ വേണ്ടി ഞാൻ ഏറ്റവും നടുങ്ങിപ്പോയത് എന്താണെന്ന് പറയാം. എൻ്റെ സുഹൃത്ത് PS സോമനാഥൻ, കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പത്രപ്രവർത്തകരിൽ, ഏറ്റവും പ്രഗത്ഭരായ റിപ്പോർട്ടർമാരിൽ ഒരാളാണ് PS സോമനാഥൻ കുമിളി എന്നൊക്കെ നമ്മൾ സാധാരണ ഈ ബൈലൈൻ കാണാറുണ്ട് കേട്ടോ. ഈ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നടുക്കുന്ന ഒരുപാട് വിവരങ്ങൾ നമുക്ക് തന്ന കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച റിപ്പോർട്ടർമാരിൽ ഒരാളായ PS സോമനാഥൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ട അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടിയിട്ടു. സോമനാഥൻ പറയുന്നുണ്ടാണെന്നറിയോ? സോമനാഥന്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആ വാട്സപ്പ് പോസ്റ്റിന്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ്: എല്ലാവർക്കും മരിക്കാനാണ് ഭയം, എന്നാൽ കേരളത്തിൽ ജീവിക്കാനാണ് ഭയക്കേണ്ടത്. ഇവിടെ മരണം സൗജന്യമാണ്, ഏതു വഴിയും വരാം. അത് ഭയന്നാണ് യുവതലമുറ നാടുവിടുന്നത്. ഇനി ബാക്കിയുള്ള എല്ലാ ദരിദ്രരും ചത്തൊടുങ്ങണം. കേരളത്തിൽ ബാക്കിയുള്ള എല്ലാ ദരിദ്രരും ചത്തൊടുങ്ങണം. എന്നാലേ പ്രഖ്യാപിത സമ്പൂർണം 100-ലെത്തുകയുള്ളൂ. സോമനാഥൻ പറയുന്നുണ്ടാണെന്നറിയോ? ഇത് കഴിഞ്ഞ ആഴ്ചയാണല്ലോ ഈ സമ്പൂർണ്ണ അതിദാരിദ്ര്യ വിമുക്തമാക്കിയത്. അപ്പൊ ഈ സമ്പൂർണ്ണ അതിദാരിദ്ര്യ വിമുക്തം എന്ന് പറഞ്ഞാൽ, നേരത്തെ സാക്ഷരതയുടെ കാര്യത്തിൽ സമ്പൂർണ്ണ സാക്ഷരത എന്നൊക്കെ പറയുമ്പോൾ 100% എന്നൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ആ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾക്കൊക്കെ ഒരു 95% ആ രീതിയിലൊക്കെ വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ പറയും 100% പറയും. അപ്പൊ ഈ അതിദാരിദ്ര്യ വിമുക്തത്തിലും ഒരുപാട് പേർ നമുക്കറിയാമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലും മിക്കവാറും പത്രങ്ങളിലൊക്കെ അതിദരിദ്രരുടെ കഥകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോഴും അതിദരിദ്രർ ഒരുപാട് ബാക്കി കിടക്കുന്നു. അപ്പൊ സോമനാഥൻ പറയുകയാണ്, ഇപ്പൊ ഈ ഹൃദ്രോഗത്തിന് ചികിത്സ കിട്ടാതെ മരിച്ചുപോയ മനുഷ്യനുണ്ടല്ലോ. ഇങ്ങനെ അതിദരിദ്രരെ കൊല്ലുകയാണ് പിണറായി, അല്ലേ? ഒരുപക്ഷെ ഇന്നോളം ലോകം കണ്ട ഏകാധിപതികളിൽ എത്ര ക്രൂരന്മാരായ, അല്ലേ, എത്ര ക്രൂരന്മാരായ ഏകാധിപതികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ക്രൂരൻ ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: കാരണഭൂതം. ഇതാ ഒരു മനുഷ്യനെ കൂടി കൊന്നിരിക്കുന്നു, ഒരു ദരിദ്രനെ കൂടി കൊന്നിരിക്കുന്നു. എന്റെ പിണറായി തമ്പുരാനെ, എത്ര ദരിദ്രരെയാണോ നീ കൊല്ലാൻ വേണ്ടി പോകുന്നത്? ഇങ്ങനെയാണോ അതിദരിദ്രരെ ഇല്ലായ്മ ചെയ്യുന്നത്? കേരളത്തിൽ അതിദരിദ്രരെ ഇല്ലായ്മ ചെയ്യുന്നത് ജീവിച്ചിരിക്കുന്ന ദരിദ്രന്മാരെ മുഴുവൻ ഈ നികൃഷ്ട ജീവി, ഈ പരനാറി കൊല്ലുകയാണ് കേട്ടോ. അങ്ങനെ കൊന്നൊരു മനുഷ്യന്റെ പേരാണ് വേണു എന്ന് പറയുന്ന മനുഷ്യൻ. ഹൃദയം പൊട്ടിക്കൊണ്ടാണ് ആ ഭാര്യ വിലപിക്കുന്നത്. സോമനാഥന്റെ ആ കുറിപ്പിന്റെ തൊട്ടു മുമ്പുള്ള മറ്റൊരു ആ പാരഗ്രാഫാണ് കേട്ടോ. ഇവിടെ ഒരാൾ വേണു മരണം മുന്നിൽ കണ്ട് സത്യം തുറന്നു പറഞ്ഞതുകൊണ്ട് പുറം ലോകം അറിയുന്നു. മരിക്കാൻ ഭയമില്ലാത്തവർ ഇനിയും ഇതുപോലെ തുറന്നു പറയട്ടെ, ജനം അറിയട്ടെ. അറിഞ്ഞിട്ട് എന്ത് കാര്യം? അടിമകൾ അംഗീകരിക്കില്ല, അടിമകൾ ഇതൊന്നും അംഗീകരിക്കില്ല. അടിമകൾ പറയും, പിണറായി വിജയന്റെ വീണത്തമ്പുരാട്ടിയുടെ നാട്ടിൽ മരിക്കുകയോ? അത് നിങ്ങൾക്ക് തോന്നുകയാണ്. അപ്പം ഗോവിന്ദൻ പറയും, ഇതൊക്കെ AI നിർമ്മിതമാണ് കേട്ടോ, AI നിർമ്മിതമാണ്, അങ്ങനെ മരിക്കില്ല. പിണറായി വിജയന്റെ നാട്ടിൽ ആരും മരിക്കില്ല, അതൊക്കെ AI നിർമ്മിതമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ സാമ്രാജ്യത്വവാദികൾ പരത്തുന്ന നുണകളാണ്, അതല്ലെങ്കിൽ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ പറയുന്ന നുണക്കഥകളാണ് എന്ന് പറയും. ഇത് വിശ്വസിക്കുന്ന തീട്ടക്കമ്മികളുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ് ഏറ്റവും വലിയ ദുഃഖം കേട്ടോ. സോമനാഥൻ എഴുതുകയാണ്, അടികൊണ്ടാലും ക്രൂരമായി പീഡിപ്പിച്ചാലും ഓംബ്ര ഞങ്ങളെ ഇനിയും ഞങ്ങളെ പീഡിപ്പിക്കൂ എന്ന് പറയുന്ന അടിമക്കൂട്ടമുള്ള നാടാണ് കേരളം എന്ന് പറഞ്ഞ് നട്ടെല്ല് വളച്ചു നിൽക്കാനാണ് അടിമകൾക്കിഷ്ടം.
അത്തരം അടിമകളുടെ നാട്ടിൽ ഇനിയും പിണറായി വിജയൻ ഇവിടത്തെ അവസാനത്തെ അതിദരിദ്രനെയും കൊല്ലും കേട്ടോ. ഈ നരാധമൻ കൊല്ലും, വീണ ജോർജും കൊല്ലും. ഇങ്ങനെ ഇവിടുത്തെ മനുഷ്യരെ കൊന്ന് 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 എന്നിട്ട് ഇയാൾ പ്രഖ്യാപിക്കും, ഞങ്ങളുടെ നാടിതാ കണ്ടില്ലേ, അതിദരിദ്രയില്ലാത്ത നാട് എന്ന്. എന്ത് കഷ്ടമാണ്, എന്ത് കഷ്ടമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ രോഗികളെത്തുന്ന തലസ്ഥാന നഗരിയിലെ ഒരുപാട് ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ട് എന്ന് ആരോഗ്യമന്ത്രി വീണ് കിടന്നുരുളുന്ന ജോർജ് താഴേക്ക് 40 വട്ടം പറയുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഒരു ഹൃദ്രോഗിയായ ഒരു മനുഷ്യൻ, പ്രായം അധികമൊന്നും ആയിട്ടില്ല കേട്ടോ, ഒരു മധ്യവയസ്കനായ മനുഷ്യൻ മരണപ്പെടുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ട് 5 ദിവസം അയാൾക്ക് ഒരു ചികിത്സയും നൽകിയില്ല എന്ന് കേൾക്കുമ്പോൾ അപ്പോഴും നമ്മൾ പറയണം, നമ്പർ 1 ആണ് നമ്മൾ, നമ്പർ 1 ആണ് കേരളം, നമ്പർ 1 ആണ്. പക്ഷെ നമ്മുടെ കാരണബോധത്തിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിലേക്ക് പോകണം. കാരണം കാരണബോധത്തിന്റെ ശിങ്കിടികൾക്കറിയാം, അന്തം കമ്മികൾക്കും അറിയാം, ഇവിടെ ഒരു ചികിത്സയും കേരളത്തിൽ കിട്ടില്ല. ചികിത്സ ലഭിക്കണമെങ്കിൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകണം, സ്വകാര്യ ആശുപത്രിയിൽ പോകണം. സ്വകാര്യ ആശുപത്രിയിൽ നിങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ, സർക്കാർ ആശുപത്രികളിൽ, സർക്കാർ പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളിൽ എവിടെ പോയാലും, സാധാരണ ഈ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ ജീവൻ രക്ഷിക്കുന്ന കേന്ദ്രങ്ങളാണ് കേട്ടോ. പക്ഷേ കേരളത്തിൽ വീണ ജോർജ് എന്ന് പറയുന്ന എക്കാലത്തെയും കഴിവുകെട്ട മന്ത്രി, അതാണ് ആ മന്ത്രിക്ക് നൽകാവുന്ന ഏറ്റവും വലിയ വിശേഷം കേട്ടോ. കേരളത്തിലെ ആരോഗ്യമന്ത്രിമാരിൽ എക്കാലത്തെയും ഏറ്റവും കഴിവുകെട്ട മന്ത്രി, ഒരു നിമിഷം പോലും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ലാത്ത വീണ ജോർജ്. ഞങ്ങളുടെ കപ്പൽ അടുകയില്ല സാർ, കപ്പിത്താൻ. എന്താണ് ചെയ്യുക? നമ്മളൊക്കെ വോട്ട് ചെയ്തിട്ട് ഈ മാതിരി കഴുത ജന്മങ്ങളെ സഹിക്കണം പറഞ്ഞ എന്താ ചെയ്യുക? വേണുചേട്ടന്റെ നെഞ്ചിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണ് എന്നും ഇത്തിരി സീരിയസ് ആണെന്നും 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു. ഇത് നേരത്തെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ചേട്ടൻ ഇന്നും ജീവിച്ചിരിക്കുമായിരുന്നു. അന്തരിച്ച വേണുവിന്റെ ഭാര്യ സിന്ധു പറയുന്നു. സംഭവത്തെക്കുറിച്ച് സിന്ധുവിന്റെ വാക്കുകൾ ഇങ്ങനെ. ആ വാക്കുകൾ മലയാള മനോരമയിൽ മാത്രമല്ല എല്ലാ പത്രങ്ങളിലുമുണ്ട് ആ വാക്കുകൾ. ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളിലുള്ള വാർത്ത, ദേശാഭിമാനിയിൽ ഒഴികെ കേട്ടോ.